പരിചയമില്ലാത്തൊരു വീട്ടിൽ വന്നാൽ കാലുമേൽ കാല് കയറ്റി വയ്ക്കാനുള്ള ധാർഷ്ട്യം എവിടെ പഠിച്ചതാണാവോ? ഇരുന്നത് പോട്ടെ, പഴിയമ്പലത്തിലെ പോലെ സിഗരറ്റ് പുകച്ചു തള്ളുവാൻ തോന്നിയ മര്യാദ ഏത് നാട്ടിലെ ആണാവോ? ഇരിക്കൂ, ഇരിക്കുന്നേ. കുടിക്കാൻ ഒന്നും വേണ്ട. അങ്ങനെ പറയുക എന്നുള്ളത് നിങ്ങളുടെ മര്യാദ, പറഞ്ഞു തരുന്നത് എന്റെ മര്യാദ. ആ, കാപ്പിയാകുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല. കുട്ടിക്കോ? കുട്ടിയോട് തന്നെ മതി, കാപ്പി മതി. കുട്ടി എന്നാദ്യമേ വിളിച്ച് എന്നെ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. തെറ്റിപ്പോയി ടീച്ചറെ. കഷ്ടകാലത്തിന് നാവനക്കില്ലെന്ന് കറിയാക്കി വാക്ക് കൊടുത്തുപോയി. ഇല്ലെങ്കിൽ മംഗലത്തെ വീട്ടിലെ താമസക്കാരാണല്ലേ? അതെ. അവിടെ താമസക്കാർ വന്നെന്നും പൂജയും ഹോമമൊക്കെ നടത്തിയെന്നും ഞാൻ കേട്ടു. ആട്ടെ, ഇപ്പൊ വരാൻ വിശേഷിച്ച്? ഒന്നുമില്ല, ഒന്ന് പരിചയപ്പെടാൻ. ആ, എന്റെ പെരുമാറ്റത്തിൽ വലിയ ഉപചാരങ്ങൾ കണ്ടില്ലെന്ന് വെച്ച് തെറ്റിദ്ധരിക്കരുത്. വർഷങ്ങളായി കുട്ടികളുമായിട്ടുള്ള പെരുമാറ്റത്തിൽ നിന്ന് വന്നുപോയതാണ്. ആ, ഏതോ മന്ത്രങ്ങൾ തർജിമ ചെയ്യാനുണ്ടെന്ന് വാസു പറഞ്ഞല്ലോ. അതെ. കൊണ്ടുവന്നിട്ടുണ്ടോ? ചെറുപ്പക്കാർ മന്ത്രാനുഷ്ഠാനം നടത്തുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. ചെറിയൊരു തെറ്റു വന്നാൽ മതി, വല്ലാണ്ട് തിരിച്ചടിക്കും. ഇതെനിക്കല്ല, അപ്പച്ചന് മന്ത്രങ്ങളിലൊക്കെ വലിയ താല്പര്യമാണ്. ഇത് തർജ്ജമ ചെയ്ത് അപ്പച്ചനെ ഏൽപ്പിച്ചാൽ സന്തോഷമായിരിക്കും. ഇപ്പോഴാ വീട്ടിൽ വന്ന് താമസിക്കാൻ കാരണം? സദന്റെ വീടാണ്. വർഷങ്ങളായി സദൻ നാട്ടിലില്ലല്ലോ. ഇപ്പൊ വിറ്റാക്കൊള്ളാവുന്നുണ്ട്. ഒരു തവണ കൃഷി ഇറക്കിയിട്ട് വിറ്റാൽ കുറച്ച് കാശ് കൂടുതൽ കിട്ടുമല്ലോ. ഇപ്പൊ അതിനുള്ള ശ്രമമാണ്. ആട്ടെ, ടീച്ചറോട് വന്നിട്ട് എത്ര കാലമായി? വളരെ വർഷങ്ങളായി. ആ, നാളെ വൈകുന്നേരം വന്നാൽ ഇതിന്റെ തർജിമ ഞാൻ തയ്യാറാക്കി വെക്കാം. എന്താ? വളരെ ഉപകാരം ടീച്ചർ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. കാപ്പി കുടിച്ചില്ലല്ലോ? ഓ, ഇനി ഒരിക്കലാകാം. ആരും പേരും പറഞ്ഞില്ല. എന്റെ പേര് സക്കറിയ. മദ്രാസി ബിസിനസ്സാണ്. ഇവൻ ജോസഫ്, കൽക്കട്ടയിൽ പത്രലേഖനാണ്. അത് കണ്ടപ്പോഴേ തോന്നി. എങ്ങനെ? ഇത്രയും നേരം ഒന്നും മിണ്ടാതെ നമ്മൾ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നത് ഞാൻ കണ്ടു. അതാണല്ലോ പത്രക്കാരുടെ സ്വഭാവവും. അവരാരാണേലും സമ്മതിച്ചിരിക്കുന്നു. ഒടിയന്റെ മുഖത്ത് നോക്കി കുട്ടീന്ന് വിളിക്കാൻ ധൈര്യപ്പെട്ടെങ്കിൽ അവർക്ക് വേണം ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കാൻ. അവര് കുട്ടിയെന്ന് വിളിച്ചിട്ട് ജോസഫ് മിണ്ടായിരുന്നു. ആദ്യം കറിയായ വിളിച്ചു, പിന്നെ എന്നെ വിളിച്ചു. അവൻ പണ്ടേ പെണ്ണുങ്ങളായിട്ടുള്ള ഇടപെടൽ ഹിമാലയം പരാജയമാണ്. പക്ഷെ ഏത് പെണ്ണിനെ അളന്നു തൂക്കി പറയാൻ കഴിയുള്ള പൊടിയനെ അവർ കുട്ടീനെ വിളിക്കാന്ന് വെച്ചാൽ ഞാൻ തക്ക മറുപടി കൊടുത്തേനെ. ആ, പിന്നെ എന്ത് പറ്റി? എന്റെ വായ തുന്നിക്കെട്ടിയല്ലേ ഇവിടുന്ന് കൊണ്ടുപോയത്. നാളെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ സക്രിയയ്ക്ക് മുമ്പേ പോകും, ചുട്ട മറുപടിയും കൊടുക്കും. എന്ന് വെച്ചാൽ അത് അപ്പ അറിഞ്ഞാ മതി. നമസ്കാരം ടീച്ചർ. നമസ്കാരം. കുട്ടി ഇരിക്കൂ. സക്രിയ വന്നില്ലേ? പിറകെ വരും. ഞാൻ നേരത്തെ പോന്നു. ടീച്ചറോട് സംസാരിച്ചിരിക്കാമല്ലോ. ഈ നാട്ടിൽ മിണ്ടാനും പറയാനും ഒരു മനുഷ്യജീവി ഉണ്ടെന്ന് തോന്നിയത് ടീച്ചറെ കണ്ടപ്പോഴാണ്. സന്തോഷം. എനിക്കും സംസാരിച്ചിരിക്കാൻ വളരെ ഇഷ്ടമാണ്. കുട്ടിയെപ്പോലെ ചുണയുള്ളവരാണെങ്കിൽ ഏറെ തൃപ്തി. ടീച്ചറിന് സ്കൂളിൽ പോയില്ലേ? എന്താ ടീച്ചർ? കുട്ടി പുറനാട്ടിൽ തങ്ങിയത് കുറെ ഏറിപ്പോയി തോന്നുന്നു. ഇന്ന് ഞായറാഴ്ച സ്കൂളിൽ നിന്ന് ആർക്കാണ് അറിയാത്തത്? ഓ, ഐ എം സോറി. പക്ഷെ ഒന്നുണ്ട്, ഞാൻ പുറം നാട്ടിൽ അധികം കഴിഞ്ഞതിന്റെ ചില ദൂഷ്യങ്ങളുണ്ട്, സമ്മതിച്ചു. പക്ഷേ ടീച്ചറുടെ ഈ വാദ്യാര് പണിക്കും ഉണ്ട് കുറെ കുഴപ്പങ്ങൾ. എന്താ അത്? കാണുന്നവരെയൊക്കെ കുട്ടി എന്ന് വിളിക്കുന്ന ശീലം.
കല്യാണം കഴിച്ചില്ലേലും അത് കഴിക്കാനും കഴിച്ചാലാവുന്നത്ര വേഗത്തിൽ ഒരു അച്ഛനാകാനുമുള്ള പ്രായം എനിക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ എന്റെ മുഖത്ത് നോക്കി കുട്ടിയെന്ന് വിളിക്കാന്ന് വെച്ചാൽ എന്റെ പഴക്കം അതാണ്. പക്ഷേ ജോസഫിന് പ്രയാസമാണെങ്കിൽ ഇനി അങ്ങനെ വിളിക്കില്ല. ടീച്ചർ എന്നെ ജോസഫ് എന്ന് വിളിക്കൂ, അതാണ് എനിക്കിഷ്ടം. സമ്മതിച്ചിരിക്കുന്നു. ആ, ഇനി വല്ലതും പറയാനുണ്ടോ? ഉണ്ട്. എന്താണ് കലിക എന്നാൽ അർത്ഥം? പൂമട്ടെന്ന്. ഞാൻ സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയ കാലത്ത് എന്റെ പേരിങ്ങനെ മാറ്റിയതാണ്. എന്താ കാര്യം? പക്ഷെ ആ പേര് ടീച്ചറിന് തീരെ ചേർന്നതല്ല. കാരണം ടീച്ചർ പൂമട്ടും. നോ, അധികമായി വികസിച്ച അതിമനോഹരമായ ഒരു വർണ്ണപുഷ്പം. അതാണ് ടീച്ചർ. എങ്ങനെയുണ്ട് ടീച്ചർ എന്റെ ഭാവന? ടീച്ചർ തെറ്റിദ്ധരിക്കരുത്. എന്റെ ഉള്ളിലുള്ളത് ഞാൻ തുറന്നു പറയും. നമസ്കാരം ടീച്ചർ. നമസ്കാരം. ഞാൻ ലേശം വൈകി. സാരമില്ല. ടീച്ചർ ഈ പത്രപ്രവർത്തകന്റെ ലാത്തിയിടിയേറ്റ് ക്ഷീണിച്ചു പോയിട്ടുണ്ടല്ലോ. ഹേയ്, ജോസഫിന്റെ സംസാരം എത്ര ദീർഘിച്ചാലും രസമാണ്. ആ, ദാ തർജിമ. എല്ലാ ഉച്ചാരണങ്ങളും ശരിപ്പെടുത്തി 2 ലിപിയിലും വെവ്വേറെ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലും ദേവനാഗരിയിലും. ശ്രദ്ധിച്ചു വേണം, മന്ത്രം പിഴയ്ക്കരുത്. വളരെ ഉപകാരം ടീച്ചർ. എന്റെ അപ്പച്ചന് വലിയ സന്തോഷമായിരിക്കും. ഇനി ആ ഒറിജിനൽ കൂടി ഒന്ന് കിട്ടിയാൽ. അയ്യോ, അത് വേണ്ടിവരും തോന്നിയില്ല. ഞാൻ എവിടെയോ മറന്നു വെച്ചു. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തേടിയെടുത്ത് തരാം. ഓ, ധൃതിയില്ല, പിന്നീടായാലും മതി. എന്നാ ഇറങ്ങട്ടെ. ജോസഫും പോവാണോ? എന്താ ടീച്ചറിന് വല്ല പ്രത്യേക കാര്യവും? ഹേയ്, അങ്ങനെയൊന്നുമില്ല. ചോദിച്ചെന്നേ ഉള്ളൂ. ടീച്ചറിന്റെ കമ്പനി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടതറിയാം. എന്തൊരു രസീതിയാണെന്നോ ടീച്ചർ. കഴിയുമെങ്കിൽ ഇനി എല്ലാ വൈകുന്നേരങ്ങളിലും ഇവിടെ വരാൻ നോക്കാം. എന്നാ ഇറങ്ങട്ടെ. ഈ ജോസഫ് ഒന്ന് മനസ്സ് വെച്ചാൽ പലതും നടക്കു വെക്കാക്ക. ടീച്ചറുടെ കുട്ടിവിളി ഇന്ന് ഞാൻ നിർത്തിയല്ലോ. അങ്ങനെ പലതും നിർത്തി ടീച്ചറെ ഞാൻ എന്റെ വരച്ച വരയിൽ കൊണ്ടുവന്ന് നിർത്തും. പക്ഷേ എനിക്ക് വിശ്വാസം വരുന്നില്ല ജോസഫ്. ഇക്കാക്ക വിശ്വസിക്കണ്ട, ഞാൻ കാണിച്ചു തരാം. ടീച്ചറിന് എന്നെ ഇപ്പോഴേ ഇഷ്ടമായിരിക്കും. അതെങ്ങനെ നിനക്കറിയാം? സത്യത്തിൽ എന്നോട് കുറച്ചു നേരം കൂടി ഇരുന്ന് ഒന്ന് ലാവിഷായി சொல்லണമെന്ന് ടീച്ചർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ കറിയാറ്റം സമ്മതിക്കണ്ടേ? സദൻ, ഇവനെന്താ ഇങ്ങനെ ഈ തൈക്കളവിമാരോട് ഇത്ര കമ്പം? തൈക്കളവിയോ? ഇക്കാക്കൊന്ന് കണ്ടു നോക്ക്. ഷീസ് ഗ്രേറ്റ്, ഗ്രേറ്റർ ദാൻ ദി ഗ്രേറ്റസ്റ്റ്. ഇക്കാക്ക വരൂ, ചൂടുവെള്ളം തയ്യാറായി. കുഴമ്പ് വെക്കണ്ടേ?